കാടും മലയും കുന്നും ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാരെ നമസ്കാരമുണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് പോകുന്നത് പാണ്ടിപ്പത്തിലേക്കാണ്. പാണ്ടിപ്പത്തിലേക്ക് നിലവിൽ ട്രക്കിങ്ങോ പരിപാടികളൊന്നും, അതായത് കോർ ഏരിയായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല, എല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക തരത്തിലൊരു പെർമിഷൻ കിട്ടി ഞങ്ങൾക്ക് പോകാൻ പറ്റി. അത് അവിടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് പോകാൻ പറ്റിയതാണ്. അല്ലാതെ ഇപ്പോൾ നിലവിൽ ആരെയും പാണ്ടിപ്പത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്ന സ്ഥലമാണ്. ആരും വീഡിയോ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി മുതിരരുത്. അങ്ങനെ പറയാൻ തന്നെ കാരണം അത്രയ്ക്ക് ശിക്ഷാർഹമാണ്, കൊടും വനമാണ്. അങ്ങോട്ടുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. പേപ്പാർ ഡാമിന്റെ വ്യൂ ആണ് കേട്ടോ അതേ കാണുന്നത്. നല്ലൊരു വ്യൂ പോയിന്റും കൂടെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് മൊത്തം അട്ടയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി മഴ പെയ്തൊന്ന് നനഞ്ഞു കഴിഞ്ഞാൽ മതി, അതിനു മുമ്പേ അട്ടയുടെ ശല്യം അങ്ങ് നിറയും. ഭയങ്കര നമ്മളെ ലീച്ചിന്റെ പ്രശ്നമുണ്ട്. ഈ അഴുകിയ ഇലകൾക്കിടയിലൂടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് സാധനം. കാല് വയ്ക്കുന്നിടത്തെല്ലാം അങ്ങ് കാല് പൊതിയുന്ന രീതിയിൽ കയറുക ഇത്. അത്രയ്ക്കുണ്ട് കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ട്രക്കിംഗ് ആണ്. ഒരു 2-2.5 മണിക്കൂർക്ക് മേലെ എത്താൻ സാധിക്കുമെന്ന് തോന്നുന്നു. വലിയ വൃക്ഷങ്ങളൊക്കെ മറിഞ്ഞു വീണ് കിടപ്പുണ്ട്. അധികം ആരും പോകാറില്ല എന്ന് തോന്നുന്നു ഇതുവഴിയൊക്കെ. പിന്നെ ഞാൻ ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇത് 1ാമത്തെ പാർട്ട്, 2ാമത്തെ പാർട്ട് ഇതിന്റെ തൊട്ട് പുറകെ തന്നെ വരുന്നുണ്ട്. 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. വീഡിയോ ഫുൾ എല്ലാവരും കാണണം കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്, കാണേണ്ട സ്ഥലമാണ്. നല്ല കൊടും കാടിലുള്ള യാത്രയാണ്. ആന, കാട്ടുപോത്ത്, പുലി എല്ലാം നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ കയറി പോകുന്നത് പഴയ രാജപാത എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു വഴിയാണ്. കാരണം 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ഏകദേശം തമിഴ്നാട്ടിലോട്ട് ഇതുവഴി കടക്കാൻ പറ്റും. നിലവിൽ ഇപ്പം കഴിയത്തില്ല. പഴയ കാലത്ത് ഇതുവഴി സഞ്ചാരയോഗ്യമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇതുവഴി തമിഴ്നാട്ടിലോട്ട് യാത്ര ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മൾ കയറി ഏറെക്കുറെ മുകളിലെത്താറാകുമ്പോഴേക്കും കാണുന്ന ഒരു വേയുടെ കാടാണ്. വേയാണ് ഈ കാണുന്ന മൊത്തം വേയായിരുന്നു കേട്ടോ. വേ ഇങ്ങനെ നിറഞ്ഞിരിക്കും. അവിടെ മൊത്തം കാട്ടാനക്കൂട്ടങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണുന്ന ഒരു ഭാഗമാണ്. പിന്നെ ചെന്നായ്ക്കളുടെ ഒരു കേന്ദ്രം കൂടെയാണിത്. ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത് കാട്ടുപോത്തുകളെ ഇഷ്ടംപോലെ കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അത് രാവിലെ തന്നെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തുകളെ കാണാൻ പറ്റും. ഇത് നമ്മൾ വന്ന് ആദ്യം പുൽമേട് എത്താറാകുമ്പോഴുള്ളൊരു വ്യൂ ആണ്. ആ കോട കയറി വരുന്നതുണ്ടോ, ആ അങ്ങ് ദൂരെ കാണുന്നത് തമിഴ്നാടാണ്. മുണ്ടന്തുറൈ ടൈഗർ റിസർവിന്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അപ്പോൾ ഇതിന്റെ ബാക്കി വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ, എല്ലാവരും കാണണേ.